ഖുതുബയുമായി ബന്ധപ്പെട്ട ഖുതുബയുടെ ഭാഷ അത് ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇന്ന് അറബി ഭാഷയിലാണ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിർബന്ധമാണോ ആ ഒരു അറബി ഭാഷയിൽ ഖുതുബ അറിയാന്നുള്ളത്? ഷാഫി മദ്ഹബിൻ്റെ തന്നെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഖുതുബയുടെ അർക്കാനുകൾ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്നാണുള്ളത്. മുഴുവൻ അറബിയിലായിരിക്കണം എന്ന കിതാബ് എന്ന് പറഞ്ഞ കിതാബുകളുണ്ട്. ഇനിയിപ്പോൾ അതും പറഞ്ഞ് നമ്മൾ ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇയാൾ കിതാബ് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞ് വരേണ്ട ആളുകൾ, മുഴുവൻ ഖുതുബ മുഴുവൻ അറബിയിൽ തന്നെ ആകണമെന്ന് ശാഠിക്കുന്ന പണ്ഡിതന്മാരും കിതാബുകളും ഉണ്ട്. എന്നാൽ അതിൻ്റെ റുക്നുകൾ മാത്രമാണ് അറബിയിലാകൽ നിർബന്ധമുള്ളൂ എന്നത് അതിനേക്കാളൊക്കെ അതിശയം 4-ാം നൂറ്റാണ്ട് വരെ ഷാഫി മദ്ഹബിൻ്റെ ഒരൊറ്റ കിതാബിലും അറബി ആകണമെന്നുള്ള ഷർത്തനല്ല. അതിന് ശേഷമാണ് റുക്കനോ മറ്റോ ഒരു സംഗതിയും അറബി ഭാഷയിലായിരിക്കണമെന്ന ഷർത്തന്നെ ഇല്ല. ഹിജറ 5-ാം നൂറ്റാണ്ടോ 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഖാലി ഹുസൈൻ, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ ഖാലി ഹുസൈനാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഷർത്ത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിലല്ലേ ഖുതുബ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അറബിയിലല്ലാതെ ഇംഗ്ലീഷ് ഖുതുബ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിച്ചിട്ടുള്ളത് ആ ജനതയ്ക്ക് ബോധ്യമാകുന്ന മനസ്സിലാവുന്ന ഭാഷയിലാണ്.